കൊള്ളാമല്ലോ ഈ വിദ്യ. ജിമ്മി, നീ കലക്കി. അയ്യമ്മേ, എന്റെ മർഡോണ അമ്മാവാ, എന്നെ കാത്തുകൊള്ളണേ. ചോട്ടു, എന്തൊരു കിക്കായിരുന്നു. സമ്മതിച്ചിരിക്കുന്നു. അതാണ് മർഡോണ കിക്ക്. മരഡോണ കിക്കൊക്കെ നല്ലത് തന്നെ. വേഗം പോയി ബോൾ കണ്ടുപിടിക്കാം. ഞാൻ പോയി ബോൾ എടുത്തോണ്ട് വരാം. ഈ ഫ്രാൻ എന്താ വരാത്തെ? ബാ, നമുക്ക് പോയി നോക്കാം. ഫ്രാൻ, എന്തു പറ്റി? ഹായ്, എന്തൊരു ഭംഗി. ഇത് സ്വർണം തന്നെ ആയിരിക്കുമോ? ടീനെ, സൂക്ഷിക്കണം കേട്ടോ. ഇതാരാ ഇവിടെ വെച്ചത്? എനിക്കറിയില്ല. അപ്പോ നമ്മുടെ ബോൾ എവിടെ? ഇത്രയും നല്ലൊരു സ്വർണ്ണക്കുടം കിട്ടിയപ്പോഴാ അവന്റെ ഒരു ബോള്. എന്തായാലും ഇത് വീട്ടിൽ കൊണ്ടുപോകാം. ശരിയാ, നമുക്ക് നാളെ രാവിലെ തന്നെ ജെയിൻ ബോണ്ടിന് വിവരം അറിയിക്കാം. ശരി കൂട്ടുകാരെ, നാളെ കാണാം. ദേ, ബോൾ കിട്ടി. എവിടെ? അയ്യോ, ഇതെന്ത് സംഭവിച്ചു? ഹായ്, സ്വർണ്ണ ബോൾ. സ്വർണ്ണ ബോളോ? ഇതെന്ത് മറിമായം? നമ്മുടെ ഫുട്ബോൾ എങ്ങനെ സ്വർണമായി? ഇത് മാന്ത്രിക കുടമാണോ? അമ്മോ, ഏതായാലും ഇതൊരു സാധാരണ കുടമല്ല, അതുറപ്പാണ്. ഇതിലെന്താ എഴുതിയിരിക്കുന്നേ? അയ്യോ, അയ്യോ, പ്രേതം. പ്രേതമല്ല ഞാൻ, മാന്ത്രിക കുടം. നിങ്ങൾ ഈ കുടത്തിൽ എന്ത് നിക്ഷേപിച്ചാലും ഞാനത് സ്വർണമായിട്ട് തിരിച്ചു തരും. ആഹാ, കൊള്ളാമല്ലോ. ഇത് സ്വപ്നമാണോ? എന്താ ഇവിടെ സംഭവിച്ചത്? ഞാനും സ്വപ്നത്തിലാണോ? ഇത് സ്വപ്നമല്ല കൂട്ടുകാരെ, മാന്ത്രിക കുടം നമ്മളോട് സംസാരിച്ചതാണ്. അപ്പോ നമുക്കിനി നിറയെ സ്വർണം കിട്ടുമോ? അതെ അതെ, നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കിയാലോ? ടോമേ, നമുക്ക് ഇതിട്ട് നോക്കാം.
ഇത് സത്യമോ? ഇത് മാന്ത്രികക്കുടം തന്നെ. ടോമേ, കോളടിച്ചല്ലോ. കൊള്ളാമല്ലോ മാന്ത്രികക്കുടം. ഇവന്മാർക്ക് നിറയെ സ്വർണം കിട്ടും. അത് നടക്കാൻ പാടില്ല. എങ്ങനെയെങ്കിലും അത് സ്വന്തമാക്കണം. എന്താ ഇപ്പോ ഒരു വഴി? ഇനി ഇതിപ്പോ റോബിൻ കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ മാന്ത്രികക്കുടം മറക്കുക തന്നെ ശരണം. എന്റെ കയ്യിലൊരു പെന്നുണ്ട്, നമുക്ക് ഇതിട്ട് നോക്കാം. കൊള്ളാമല്ലോ. ഇനി നമുക്ക് കുറച്ച് കാശുണ്ടാക്കാം. എന്നിട്ട് വേണം എനിക്കൊരു വിലസാൻ. ടോമേ, നാളെ ഏതായാലും നമുക്കിത് റോബിനെയും കാണിക്കണം. പിന്നെ കുറച്ച് പാവങ്ങളെ നമുക്ക് സഹായിക്കണം. അത് ശരിയാട്ടോ. അപ്പോ നമുക്ക് നാളെ രാവിലെ കുറച്ച് സ്വർണം ഉണ്ടാക്കാം. അതുവരെ ഗുഡ് നൈറ്റ്. അല്ല, നാളെ വരെ എന്തിനാ? എനിക്ക് ഇപ്പൊ കുറച്ച് സ്വർണം കിട്ടിയ കുറച്ച് ഡ്രസ്സും കൂളിംഗ് ഗ്ലാസും വാങ്ങാമായിരുന്നു. സോനു, നിന്റെ ഈ തിടുക്കം ശരിയല്ല. മാന്ത്രികക്കുടം കൊണ്ട് നമുക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആദ്യം അത് നടത്താനുള്ള വഴിയാണ് നോക്കേണ്ടത്. സാരമില്ല ചോട്ടോ. സോനു, നിനക്ക് വേണ്ടതൊക്കെ നമുക്ക് ശരിയാക്കാം. നാളെ ആവട്ടെ. അപ്പോ ശരി ടോം, നമുക്ക് നാളെ കാണാം. കിട്ടിപ്പോയി. റോക്കി തന്നെ പറ്റിയ കൂട്ട്. ആ കള്ളൻ പെയിന്ററെ കൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകട്ടെ. മാരിവില്ലിൻ ഗോപുരങ്ങൾ പെയിന്റടിക്കാൻ റോക്കി വേണം. ഇവിടെയായിരുന്നു. മേലനങ്ങി ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങിയോ ഇവൻ? നല്ല തിരക്കിലാണല്ലോ. ആഹാ, ഇതാര് ജോലിയോ? എന്തൊക്കെയുണ്ട് ജോലി വിശേഷങ്ങൾ? ഒരു നല്ല കോളൊത്തു വന്നിട്ടുണ്ട്. എനിക്ക് നിന്റെ സഹായം വേണം. എന്തു കോള്? വല്ല തല്ല് കിട്ടുന്ന കേസാണോടെ? തല്ല് കിട്ടുമോന്ന് എനിക്കറിയില്ല. പക്ഷേ കോളൊത്തു വന്നാൽ പിന്നെ നമ്മൾ കോടീശ്വരന്മാരാണ് മോനെ. ആഹാ, കൊള്ളാമല്ലോ. എന്നാ പിന്നെ ഇനി ഒരിക്കലും മേലനങ്ങാതെ സുഖമായിട്ട് ജീവിക്കാം. നീ റെഡിയാണോ റോക്കി? എപ്പ റെഡിയായെന്ന് ചോദിച്ചാ പോരെ? മാന്ത്രികക്കുടമോ? നീ സത്യമാണോ ഈ പറയുന്നത്? അതെ, പക്ഷേ അതിപ്പോ ടോമിന്റെ വീട്ടിലാണുള്ളത്. നീ ഇന്നത് രാത്രി അടിച്ചു മാറ്റണം. അയ്യോ, അവിടെ ജിമ്മി ഉണ്ടാവില്ലേ? എനിക്ക് പേടിയാണ്. അവനിന്ന് റോബിനെ കാണാൻ പോയിരിക്കുകയാണ്. ഞാൻ വാതിൽ തുറന്നു വെക്കാം. നമുക്കിന്ന് രാത്രി തന്നെ മാന്ത്രികക്കുടവുമായിട്ട് മുങ്ങണം. ഐഡിയ കൊള്ളാം. എന്നോടാണോ കളി? മാന്ത്രികക്കുടം ഒന്ന് കിട്ടിക്കോട്ടെ,
ഞാനൊരു കളി കളിക്കും. ആ ജിമ്മി ഇല്ലാതിരുന്നാ മതിയായിരുന്നു. അതെ റോക്കി, ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. നമുക്കിവിടുന്ന് എത്രയും പെട്ടെന്ന് പോകാം. ആ ശരിയാ, പോകാം, എത്രയും പെട്ടെന്ന് പോകാം. വാ. ഗുഡ് മോർണിംഗ് ടോം. ഗുഡ് മോർണിംഗ് ടീന. എന്താ എന്തു പറ്റി? എന്താ പ്രശ്നം? എന്താ വല്ലാതിരിക്കുന്നത്? നമ്മുടെ മാന്ത്രികക്കുടം കാണാനില്ല. കാണാനില്ലെന്നോ? നീ എന്താ ടോമേ ഈ പറയുന്നേ? അതേ കൂട്ടുകാരെ, അത് കാണാനില്ല. ടോമേ, നീ ശരിക്കും നോക്കിയോ മുറിക്കാത്തൊക്കെ? അതെ, അതിവിടെ എങ്ങുമില്ല. എന്തൊക്കെയായിരുന്നു? മാന്ത്രിക കുടം, സ്വർണ്ണ ബോള്, സ്വർണ്ണ കല്ല്, പിന്നെ സ്വർണ്ണ പെന്നും. ഇപ്പൊ എല്ലാം പോയി. അല്ല ടീന, എനിക്കൊരു സംശയം. എന്താ ചോട്ടു? ഇനിയിപ്പോ ആ മാന്ത്രിക കുടം സ്വയം മറഞ്ഞു പോയതോ വല്ലതായിരിക്കുവോ? അതെ, ഇനിയിപ്പോ അങ്ങനെ സമാധാനിക്കാം. ഞാൻ വേണമെങ്കിൽ എന്റേതായിട്ടുള്ള രീതിയിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താം. എനിക്കും സംശയമുണ്ട് ജിമ്മി. എനിക്കുറപ്പാ ഇത് ചിലപ്പോ കാർലോസ് ആയിരിക്കും. കാർലോസോ? ഏയ്, അതിന് വഴിയില്ല. ഇതിപ്പോ വീട്ടിലാരെങ്കിലും അറിഞ്ഞോ? ഇല്ല. ടീനെ, ജോലി എവിടെ? അവൾ എവിടെയെങ്കിലും കിടപ്പുണ്ടാകും. അപ്പൊ മാന്ത്രികക്കുടം പോയി. സാരമില്ല ജിമ്മി, നമുക്ക് ഭാഗ്യമില്ല. പോട്ടെ. രാവിലെ ആയോ? എന്തൊരു ക്ഷീണം. റോക്കി, എണീക്ക് വേഗം, വേഗം വേഗം. ജൂലി, വേഗം സ്വർണം ഉണ്ടാക്കാം നമുക്ക്. എനിക്ക് കോടീശ്വരനാകം മുട്ടിയിട്ട് വയ്യ. അതെ ജൂലി, ശരിക്കും സ്വർണം വരുമോ? പിന്നെ വരാതെ. ആ റോക്കി, നീ എനിക്കൊരു കല്ലിതാ. ഇപ്പൊ അതൊരു സ്വർണ്ണക്കല്ലായി മാറും. നീ നോക്കിക്കോ. കൊള്ളാമല്ലോ വിദ്യ. ജൂലി, നമ്മൾ കോടീശ്വരന്മാരാകും. അയ്യോ. റോക്കി, ഇനി കുറച്ച് വലിയ കല്ലെടുത്തോണ്ട് വാ. റോക്കി, ഇപ്പൊ നമുക്ക് നിറയെ സ്വർണം കിട്ടി.
നമുക്ക് ഇതുകൊണ്ട് വിൽക്കാം. അപ്പോൾ നമുക്ക് നിറയെ കാശ് കിട്ടും. ശരിയാ, പക്ഷേ നല്ല വിശപ്പ്. ആദ്യം ഞാൻ പോയി കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കട്ടെ. ശരി റോക്കി, വേഗം വരണം. എന്നെ തന്നെ സ്വർണമാക്കിയാൽ എന്നെ കാണാൻ നല്ല ചേലായിരിക്കും. ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ? ജൂലി എവിടെ പോയി? മാന്ത്രികക്കുടം ഇങ്ങനെ വെച്ചിട്ട് പോകാമോ? വല്ലവരും അടിച്ചോണ്ട് പോയാൽ എന്തു ചെയ്യും? കഷ്ടം. ജൂലി, അതെ ജൂലി, ജൂലി. അപ്പോ ജൂലി അടുത്തൊന്നുമില്ല. എന്നാ പിന്നെ എനിക്ക് ഈ മാന്ത്രികക്കുടം സ്വന്തമാക്കാൻ പറ്റിയ സമയം ഇത് തന്നെ. ശ്ശോ, എന്തൊരു ഭാരം. ഓ. നാശം. ജൂലി, ജൂലി, നീ എന്താ ഒന്നും മിണ്ടാത്തെ? നീ അങ്ങനെ ഇതിനകത്തെത്തി? ഇനിയിപ്പൊ രക്ഷയില്ല. എങ്ങനെയെങ്കിലും ഇവളെ ഇതിനകത്തു നിന്നും പുറത്തെടുക്കണം. അല്ലെങ്കിൽ സ്വർണം ഉണ്ടാക്കാൻ പറ്റില്ല. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഇനിയൊരു കാര്യം ചെയ്യാം. ഇതിനെ അടിച്ചു പൊട്ടിച്ച് ജൂലിയെ പുറത്തെടുക്കാം. പിന്നെ ശരിയാക്കിയാൽ മതിയല്ലോ. എന്താ സംഭവിച്ചേ? ഇത് പൊട്ടിയില്ലല്ലോ. റോക്കി, എന്താ സംഭവിച്ചത് ഇവിടെ? നിന്നെ പുറത്തിറക്കാൻ വേണ്ടി ഞാനിത് പൊട്ടിച്ചു. അപ്പൊ നിങ്ങൾക്ക് എന്റെ ആവശ്യമില്ല അല്ലേ? എന്നെ പൊട്ടിച്ചതോടുകൂടി നിങ്ങൾ എനിക്ക് മോക്ഷം തന്നിരിക്കുന്നു. പക്ഷേ നിങ്ങൾ മടയന്മാരാണ്. ഇനി നിങ്ങൾക്ക് സ്വർണമില്ല. ഇതുവരെ ഞാൻ തന്ന സ്വർണമൊക്കെ തിരിച്ച് പഴയ അവസ്ഥയിലാകും. അയ്യോ, മാന്ത്രികക്കുടം പോയേ. അയ്യോ, ഇനി എന്ത് ചെയ്യും? ഒക്കെ നിന്റെ അത്യാഗ്രഹം മൂലമാണ് ഇതൊക്കെ സംഭവിച്ചത്. ശ്ശോ, ഇനിയിപ്പോ നമുക്ക് പഴയ പണി തന്നെ ശരണം. ആഗ്രഹങ്ങൾ ഒരുവനെ ജീവിതത്തിൽ മുൻപോട്ട് കൊണ്ടുപോകുന്നു. പക്ഷേ അത്യാഗ്രഹം അവനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നു.